നമ്മൾ നിർത്തിയ ഇതൊരു നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇവിടുത്തെ വളരെ ചെറിയൊരു വാഴ, അതിൽ വലിയ കുല, ചെറിയ വാഴ വലിയ കുല, രണ്ടും ഇടവിട്ട് കാണിക്കണം. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? വാഴ വാഴ നാമെല്ലാം വാഴ 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 ഇരുന്നും വാഴ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കോഫി കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും, പുതിയ എല്ലാ വണ്ടികളും ചൈനീസ് വാഹനങ്ങളാണ്. ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന, ഗ്രേറ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന. മറ്റൊരു കാര്യമുള്ളത്, സ്വന്തമായിട്ട് എയർലൈൻ ഇല്ലാത്ത, അതായത് നാഷണൽ കാരിയർ ഇല്ലാത്ത ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് സ്പെയർ പാർട്സ് ഒന്നും കിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന 2-3 റഷ്യൻ വിമാനങ്ങളായിരുന്നു. ഇപ്പോൾ അതും ഓടുന്നില്ല, അതൊക്കെ ഗ്രൗണ്ട് ചെയ്തു. എന്തൊരു കഷ്ടം. 3-4 എയർപോർട്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ റഷ്യയിൽ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകൾ വരുന്നതല്ലാതെ സ്വന്തമായിട്ടുള്ള ഒരു വിമാനങ്ങളൊന്നും തന്നെ ഇല്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. നമ്മൾ നിർത്തിയ ഇതൊരു നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇവിടുത്തെ വളരെ ചെറിയൊരു വാഴ, അതിൽ വലിയ കുല, ചെറിയ വാഴ വലിയ കുല, രണ്ടും ഇടവിട്ട് കാണിക്കണം. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? വാഴ വാഴ നാമെല്ലാം വാഴ 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 ഇരുന്നും വാഴ. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഡോക്ടറൽ ഗവേഷണ പ്രബന്ധത്തിൽ ഗുരുതരമായ പിഴവ്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നായ വാഴക്കുലയുടെ രചയിതാവിന്റെ പേരാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ശരിക്കും എന്താണ് ആ വാഴക്കുലയ്ക്ക് സംഭവിച്ചത്? അത് ഗവേഷണ പ്രബന്ധം എഴുതിയ ഘട്ടത്തിൽ സാന്ദർഭികമായി ഒരു പരാമർശം ആ കവിതയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ എൻ്റെ ഗവേഷണത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ വിഷയത്തിലെ ആർഗ്യുമെൻറ്റിനെയോ അതിൻ്റെ ഫൈൻഡിങ്സുമായിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. കോണ്ടക്സ്റ്റലായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് അതവിടെ സൂചിപ്പിച്ചത്. അതിൽ പക്ഷേ ഒരു നോട്ടപ്പിശക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഹ്യൂമൻ എറർ സംഭവിച്ചിട്ടുണ്ട്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. എവിടെ നിന്നാണ് നീ എംബി എടുത്തത്? എന്തോ ക്ലിയർ ആയില്ല. പറയട നാട്ടുകാരോട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് PhD അവാർഡ് ചെയ്തിട്ട് ഇത്രയധികം മാസങ്ങളായി. ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത്തരം കാര്യങ്ങളൊക്കെ സർവകലാശാല ഇത്ര അങ്ങനെ യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. കുറച്ച് സോനിയൊക്കെ വെച്ചിട്ടുണ്ട്. മൂത്രപ്പുരയുണ്ട്. ഏത് മൂത്രപ്പുര കയറിയാലും ടിപ്സി ചോദിച്ചുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ നിൽക്കുന്ന കാണാം. നമ്മൾ എവിടെ ഇറങ്ങിയാലും പൈസ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരും. അത്രയ്ക്ക് ദാരിദ്ര്യമാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ സാന്റാ ക്ലാരയിലേക്ക് പ്രവേശിക്കുകയാണ്. സാന്റാ ക്ലാരയിലാണ് ചെഗുവേരയുടെ റിമൈൻസ് സൂക്ഷിച്ചിരിക്കുന്നത്. കുറച്ച് ശരീര അവശിഷ്ടങ്ങൾ ബൊളീവിയയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മലയാളികളെയും പോലെ നമ്മളും വളരെ രോമാഞ്ചത്തോടു കൂടി ചെഗുവേരയുടെ മ്യൂസിയത്തിലേക്കും മ്യൂസിയോളിയത്തിലേക്കും പ്രവേശിക്കാൻ പോവാണ്. രസകരമായൊരു സംഭവം നടന്നു. അതും സഖാക്കൾക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ പറഞ്ഞാലും അറിഞ്ഞൂടാ. ചെഗുവേരയുടെ സ്മാരകത്തിൽ വരുമ്പോൾ അതിൻ്റെ അത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്നാൽ ഉച്ചയായ സമയം, എന്നാൽ ഇവർ ആഹാരം കഴിക്കാൻ വേണ്ടി ക്ലോസ് ചെയ്തായിരിക്കുന്നു. അല്ല, കറണ്ടില്ല കുറേ ദിവസമായിട്ട്. അതുകൊണ്ട് മുസോളിയോ മ്യൂസിയം അടച്ചിരിക്കുകയാണെന്ന്. എന്തൊരു ദുരന്തമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ലോകത്തുള്ള എല്ലാ ആൾക്കാരും കാണാൻ വരുന്ന ഒരു മ്യൂസിയം, അതിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇതിൻ്റെ അടിയിലാണ് മ്യൂസിയം. അവിടെ കുറച്ച് ദിവസമായിട്ട് കറണ്ടില്ല.
എൻ്റെ പൊന്നു സഖാക്കളെ, നാം മുന്നോട്ടെന്ന് ഇനി എങ്ങനെ പറയാൻ പറ്റും? നാം പിന്നോട്ടെന്നല്ലേ പറയാൻ പറ്റൂ? ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? ലാൽ സലാം സഖാവേ, ലാൽ സലാം. പക്ഷെ കറണ്ടില്ല. Right, these were the mountains of West Cambrai, where he fought. They found the remains, what they say, in 1997. വല്ല കുരങ്ങന്മാരുടെ ആണോ ചെകുവരുടെ ആണോ എന്നൊന്നും അറിയില്ല. അല്ലേ അതാ ചിരിക്കുന്നത്. റിമൈൻസ് എന്ന് പറഞ്ഞ് കുറച്ച് എല്ലൊക്കെ കൊണ്ടുവന്നു. I don't know if it's true or not. I don't know if this is the remains of Che Guevara. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. Actually, he was a genuine person, right? He is the United Nations ambassador of Cuba. He was Cuban. He has a Cuban citizenship. He was the ambassador before the United Nations for Cuba. He was the minister of industries in Cuba, and he was the president of the National Bank. So he was a But he didn't know anything about economy. He didn't know anything about industry, and he wasn't a good talker. I mean, people of Cuba right now, Che Guevara is just a revolutionary, another one. So we can't go and see the museum and the remains, right? No. Why? No electricity. For the past few days or? Remember I told you this morning that we have a problem with electricity in Cuba from all over Cuba. ഇത് കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ക്യൂബയിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കറണ്ടില്ല. കറണ്ടില്ല എന്ന് വെച്ചാൽ ക്യൂബയിൽ ഒരിടത്തും കുറച്ച് ദിവസം ഇടുന്നു കറണ്ടില്ല. അപ്പോൾ കറണ്ടില്ലാത്തപ്പോൾ ഇത്രയും വലിയ മ്യൂസിയം, അതായത് ലോകത്തുള്ള എല്ലാവരും കാണാൻ വരുന്ന ഈ ഒരു മ്യൂസിയത്തിൽ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ ജനറേറ്റർ വേണ്ടേ? തീർച്ചയായിട്ടും ഇവിടെ ജനറേറ്റർ ഉണ്ട്, പക്ഷേ അവിടെ ഡീസൽ ഇല്ല. അതാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. എന്ത് കേട്ടിട്ടാ? മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞത്, മരിച്ചിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 61 മരിച്ചു. പക്ഷേ 95 മൃതദേഹ അവശിഷ്ടങ്ങളെന്ന് പറഞ്ഞ് കുറച്ച് പേര് ബൊളീവിയൻ കാട്ടിൽ പോയി കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞു. എന്ത് ചൂട്! അപ്പോൾ എന്തായാലും നമ്മുടെ ഗൈഡ് പറഞ്ഞതുപോലെ ഇവിടെ ചെഗുവേര എന്ന് പറയുന്ന ഒരു വലിയൊരു പേരൊന്നുമല്ല ക്യൂബയിൽ. കാരണം ഹീസ് വൺ ഓഫ് ദ റവല്യൂഷണറീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ക്യൂബയ്ക്ക് വേണ്ടി, ക്യൂബയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രം. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനെ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. ഇതിനേക്കാളൊക്കെ അറിയപ്പെടുന്ന പേരുകളാണ് ഇവിടെ എല്ലാം. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ പിന്നെ ഈ ചെഗുവേരയുടെ പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു വിപ്ലവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹി വാസ് എ മാർക്കറ്റിംഗ് ഗൈ എന്നാണ്. അതായത് മാർക്കറ്റിംഗ് അറിയാമായിരുന്നു, അതുകൊണ്ടാണ്. അല്ലാതെ 3 വർഷം മാത്രമേ അദ്ദേഹം ക്യൂബയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ളൂ. പേടിപ്പിക്കില്ല നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ.